എല്ലാവർക്കും നമസ്കാരം. മാത്സ് വിത്ത് ഒപ്നാസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത്, നാളെ നിങ്ങളുടെ ഓൺ എക്സാമാണ്, മാത്സിൻ്റെ എക്സാമാണ് നാളെ. അപ്പോൾ നമ്മുടെ സമഗ്ര എന്ന് പറയുന്ന നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പോർട്ടലിൽ സമഗ്രയിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുണ്ട്. ഓണത്തിന് മുമ്പായിട്ട് എങ്ങനെയായിരിക്കും ഒരു ഓണം എക്സാം എന്നുള്ള പാറ്റേണിൽ ഒരു ക്വസ്റ്റ്യൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സമഗ്രയുടെ സൈറ്റിൽ. ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മക്കളെ, നമ്മുടെ ആ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് കിടക്കുന്ന രീതി എന്ന് പറയുന്നത് സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി, സെക്ഷൻ ഡി എന്നും പറഞ്ഞ് സെക്ഷൻ തിരിച്ചാണ് ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത്. സെക്ഷൻ എയിൽ തന്നെ ഏകദേശം 5 ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു സെക്ഷൻ എയിലെ ഒന്നാമത്തെ ചോദ്യമാണിത്. വിച്ച് ഓഫ് ദി നമ്പേഴ്സ് ബിലോ ഈസ് നോട്ട് എ ടൈം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 1,7,13? ഈ താഴെ തന്നിരിക്കുന്ന 4 ഓപ്ഷനുകളുണ്ട്, അല്ലെ 4 നമ്പേഴ്സ് ഉണ്ട്. ഈ നമ്പറുകളിൽ ഈ സീക്വൻസിൽ വരാത്ത അല്ലെങ്കിൽ സീക്വൻസിൽ അല്ലാത്തൊരു ടൈം ഉണ്ട്. ഈ കൂട്ടത്തിൽ കിടക്കുന്ന 4 നമ്പേഴ്സിൽ ഈ സീക്വൻസിലെ അല്ലാത്ത ഒരു പദം അല്ലെങ്കിൽ ഈ സീക്വൻസിലെ അല്ലാത്തൊരു നമ്പറുണ്ട്. എന്ന് വെച്ചാൽ ഒരു ഓഡ് വൺ ഉണ്ട്. എന്ന് വെച്ചാൽ ഈ 4 പേരിൽ 3 നമ്പറുകൾ ഈ സീക്വൻസിലെ തന്നെയാണ്, ഒരാൾ ഈ സീക്വൻസിലെ അല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ സീക്വൻസ് എഴുതുക. 1,7,13. അതിൻ്റെ കോമൺ ഡിഫറൻസ് ഡി കാണുക. ഡി കാണാൻ സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറച്ചാൽ മതി. x2 - x1. ഡി എന്ന് പറഞ്ഞാൽ 7 - 1, ഡി 6 ആണ്. കോമൺ ഡിഫറൻസ് 6 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ഡി കിട്ടി. ഇനി ഇവിടെ നമ്മൾ ടെക്സ്റ്റിൽ തന്നെ കിടക്കുന്ന ഒരു പ്രോബ്ലം ഉണ്ടോ, ടൈം അല്ലാത്തത് എഴുതാനല്ല. ഒരു സീക്വൻസ് തന്നിട്ട് എന്താണ് ടെക്സ്റ്റ് കിടക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, 101 ഒരു ടൈം ആണോ, ഈ സീക്വൻസിലെ ടൈം ആണോ എന്ന് ഒരു നമ്പർ തന്നിട്ട് ചോദിക്കും, ഇത് ഈ സീക്വൻസിലെ ടൈം ആണോ. ഇപ്പം 61 ഈ സീക്വൻസിലെ ടൈം ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ചെക്ക് ചെയ്യുന്നൊരു രീതിയുണ്ട്. ടൈം ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യുന്നൊരു രീതിയുണ്ട്. n = xn - x1/d. ടൈം ആണോ എന്ന് ചോദിച്ചാൽ, പൊസിഷൻ ഒക്കെ ചോദിച്ചാൽ ഒരു +1 ഇട്ടൊക്കെ ഇക്വേഷൻ പഠിക്കും, അല്ലെങ്കിൽ എല്ലാത്തിനും +1 ഇട്ട് പഠിച്ചാൽ മതി. പക്ഷേ ഇപ്പോൾ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ എന്ന് പറയുന്നത്, ആ തന്നിരിക്കുന്ന 4 ടേമുകളിൽ ഓരോ ടേമും എടുത്ത് അതിനെ xn nth ടൈം എവിടെയോ നിൽക്കുന്നൊരു ടൈം ആണ് എന്ന് കൺസിഡർ ചെയ്യുക. 61. 61ൽ നിന്ന് xnൽ നിന്ന് x1 കുറയ്ക്കുക. xn എന്ന് പറഞ്ഞാൽ ഈ 61 ചെക്ക് ചെയ്യേണ്ട ടൈമാണ്. അതിൽ നിന്നും ഫസ്റ്റ് ടൈമായ 1 കുറയ്ക്കുക. ഓക്കെ, പഠിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കിട്ടുമ്പോൾ പറയുന്ന സമയത്ത് ഇച്ചിരി ടൈം എടുത്ത് പറയുന്നതേ ഉള്ളൂ. കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. 61 ആ ഒരു ടൈമിൽ നിന്നും ഫസ്റ്റ് ടൈമായ 1 കുറയ്ക്കുക. 61ൽ നിന്ന് 1 കുറച്ചാൽ 61ൽ നിന്നും ഇവിടെ എ ആയിട്ടുള്ള 61 ചെക്ക് ചെയ്താൽ 61ൽ നിന്നും 1 കുറച്ച് ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡി ആരാ? 6 കൊണ്ട്. 60/6. ഓക്കെ, 60ൽ നിന്ന് 1 കുറച്ച് 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് മനസ്സിൽ പെട്ടെന്ന് ചെയ്താലും മതി. 61 ഈ ഫസ്റ്റ് കിടക്കുന്നതിൻ്റെ അകത്തുനിന്ന് 1 കുറയ്ക്കുക. അപ്പോൾ 60 ആണ്. 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ആ ഒരു ചെക്ക് ചെയ്യാൻ പറഞ്ഞ ടൈമിൽ നിന്നും ഫസ്റ്റ് ടൈം കുറച്ചിട്ട് നമുക്ക് ഡി കൊണ്ട് അതിനെ ആ കുറയ്ക്കുന്ന നമ്പറിനെ നമ്മുടെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ, ഡിവൈഡ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ, അല്ലെങ്കിൽ ഈ വന്ന നമ്പർ ഈ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 6ൻ്റെ മൾട്ടിപ്പിൾ ആണോ നോക്കുക. മൾട്ടിപ്പിൾ ആണെങ്കിൽ ഓക്കെ ആണ്, അത് ടേം ആണ്. മൾട്ടിപ്പിൾ ആണെങ്കിൽ ടേം ആണ്. മക്കളാണ് 6 × 1 6, 6 × 10 60. അപ്പം 60 ആ കുറച്ചപ്പോൾ കിട്ടിയ നമ്പർ മൾട്ടിപ്പിൾ അല്ലേ, അതുകൊണ്ട് 61 ടേം ആണ്. ടേം അല്ലാത്തത് തപ്പാനാണ് പറയുന്നത്. 81 അടുത്ത ഓപ്ഷൻ. 81ൽ നിന്നും എന്ത് ചെയ്യുക? 1 കുറയ്ക്കുക. 81ൽ നിന്ന് 1 കുറച്ച് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 80/6 കട്ട് ചെയ്യാൻ പറ്റുക. ഡിവൈഡ് ചെയ്ത് നോക്കും. ഇപ്പോൾ ഈ 60-നെയാണ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ 60ന് നമ്മൾ ഡിവൈഡ് ചെയ്താൽ 60ന് നമ്മളിപ്പം 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6 × 10 60, റിമൈൻഡർ 0 എന്ന് വരും. അതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വിട്ടു. 80/6 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 6 × 1 6, 2 വരും, 0 20 വരും. 20 6ൻ്റെ ടേബിളിലുണ്ടോ? ഇല്ല. 6 × 3 18, റിമൈൻഡർ എത്ര? 2 ആണ്. ഓക്കെ, ഇനി ചെയ്യണമെങ്കിൽ പോയിൻ്റ് ഇടണം. അപ്പം അതെന്തല്ല, പോയിൻ്റ് വരുന്നു. അപ്പോൾ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ അല്ല, പൂർണ്ണമായി ഹരിക്കാൻ പറ്റുന്നില്ല. പൂർണ്ണമായി ഹരിക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു ചെക്ക് ചെയ്യാൻ പറയുന്ന ടേമുകളിൽ ഓരോന്നും എടുത്തിട്ട് അതിൽ നിന്നും ഫസ്റ്റ് ടേം കുറയ്ക്കുക. ഫസ്റ്റ് ടേം കുറയ്ക്കുമ്പം അത് നമ്മുടെ കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കുക. ഇപ്പോൾ 61ൽ നിന്ന് ഫസ്റ്റ് ടൈമായ 1 കുറച്ച് 60 6ൻ്റെ മൾട്ടിപ്പിൾ ആണ്. ഓക്കെ, ടൈം ആണ്. 80 6ൻ്റെ നമ്മുടെ കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ അല്ല, അതുകൊണ്ട് ഇവൻ ടേം അല്ല.
ഓക്കെ, ഇനി 91 ചെക്ക് ചെയ്യണം. 91 ചെക്ക് ചെയ്യുമ്പം ഇതിപ്പോൾ ടൈം അല്ലാന്ന് കിട്ടിയതുകൊണ്ട് ബാക്കി എല്ലാം ടൈമാണ്. 91 ചെക്ക് ചെയ്യാം. 91 നിന്നും 1 കുറയ്ക്കുക, എന്നിട്ട് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 90/6 90 ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇതേ നോക്കുക, 6 × 1 6, 6 × 1 6. ബാക്കി എത്ര ഉണ്ടാ? ഇതേ ഇവിടെ 9 കട്ട് ചെയ്തേക്കുന്നത്. ബാക്കി 3 ഇല്ലേ, 30 വരത്തില്ലേ? 30 എത്ര? 6 × 5 അല്ലേ 13, ആൻസർ 15. അപ്പോൾ അതുകൊണ്ട് 91 ടൈമാണ്. 120 ചെക്ക് ചെയ്യുമ്പം അതുപോലെ ആൻസർ കിട്ടും. 120 ചെക്ക് ചെയ്താൽ ഇപ്പോൾ ഡി 121 ചെക്ക് ചെയ്താൽ 121 ചെക്ക് ചെയ്യുമ്പം ശ്രദ്ധിച്ചോണം, 121 നിന്നും 1 കുറച്ച് 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 120/6, 6 × 1 6, 6 × 2 12, 20. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് 61 നിന്ന് ആ ഒരു ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറച്ചപ്പോൾ അതിനെ 6 കൊണ്ട് നമ്മുടെ കോമൺ ഡിഫറൻസും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പം ചെക്ക് ചെയ്യാൻ പറയുമ്പം ടേം അല്ലാത്തത് കണ്ടുപിടിക്കാൻ പറയുമ്പം ആ ഓപ്ഷനിൽ വരുന്നവരെ എല്ലാവരെയും നോക്കുക. എന്നിട്ട് ഓരോരുത്തരിൽ നിന്നും ഫസ്റ്റ് ടേം കുറയ്ക്കുക. ഫസ്റ്റ് ടേം കുറച്ചിട്ട് അതിനെ ഡി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് നോക്കുക. ഡി കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണെങ്കിൽ ടേമാണ്, കംപ്ലീറ്റ്ലി ഡിവിസിബിൾ അല്ലെങ്കിൽ ടേം അല്ല. ഇത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ അല്ല, ഡിവൈഡ് ചെയ്തപ്പോൾ പോയിൻ്റൊക്കെ വന്നു. അപ്പോൾ അതുകൊണ്ട് എന്തല്ല, ഇത് ടേം അല്ല, ബാക്കിയുള്ളവരെല്ലാം ടേമാണ്. ഓക്കെ, മനസ്സിലായി കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ വരും. അത് എന്തും നമുക്ക് മനസ്സിലാക്കുമ്പോൾ ടൈം എടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് 1 മാർക്കിൻ്റെ ഒരു ചോദ്യമോ, അയ്യോ ഇത്രയും ടൈം പോവുമോ, അത് ഇത്രയും നേരം എടുക്കുമോ എന്നൊക്കെ തോന്നും. പക്ഷേ നമുക്ക് ഐഡിയ കത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് വിടാൻ പറ്റും. ഓക്കെ, നോക്കണം. ഇത് രണ്ടാമത്തെ ചോദ്യം. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ ഇതുവരെ സ്കൂളിലൊന്നും ചെയ്തിട്ടില്ലാത്ത, എവിടെയും നിങ്ങളെ ചെയ്യിപ്പിച്ചിട്ടില്ലാത്തൊരു പാറ്റേൺ ഓഫ് ചോദ്യമാണിത്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യമാണ്. 2 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് ദ 5th ടൈം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 8. ഒരു സീക്വൻസിലെ 5ാമത്തെ ടൈം 8. ഓക്കെ, 5ാമത്തെ ടൈം 8 ആണെങ്കിൽ ദെൻ ദ സം ഓഫ് ദി 3rd ആൻഡ് 7th ടൈം ഈസ് 16. 5ാമത്തെ ടൈം 8 ആണെങ്കിൽ ആ സീക്വൻസിലെ 3ാം ടൈമിൻ്റെയും 7ാം ടൈമിൻ്റെയും സമ്മ് തുക 16 ആയിരിക്കും എന്ന്. ഓക്കെ സാർ, ഇതൊന്ന് പെട്ടെന്ന് മനസ്സിലാകുന്നില്ല, ഒന്ന് വരച്ച് കാണിച്ചു തരാടാ. ഇത് നോക്കണം. ഒരു ഫസ്റ്റ് ടൈം, സെക്കൻഡ്, 3rd, 4th, 5th, 6th, 7th. 7ാമത്തവനെ പറ്റിയല്ലേ അവിടം വരെ പറയുന്നുണ്ടല്ലോ, 5th, 3rd, 7th. അതുകൊണ്ടാണ് 7th വരെയൊക്കെ പറയുന്നുണ്ട്. 7 വരെ വരച്ച് അതിൽ 1 2 3 4. 5ാമത്തെ ടൈമാണ് നമ്മൾ 8. 5ാമത്തെ ടൈം 8 ആണെങ്കിൽ ഇത് 5ാമത്തെ ടൈം, 5th ടൈം. 5ാമത്തെ ടൈം 8 ആണെങ്കിൽ 3ഉം 7ഉം കൂടെ കൂട്ടുമ്പോൾ 3ാമത്തെ ടൈം 7ാമത്തെ ടൈം കൂടെ കൂട്ടുമ്പോൾ 16 കിട്ടുമെന്നാണ് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണോ അല്ലേ നോക്കാം നമുക്ക്. എടാ 5th തൊട്ട് പുറയിലുള്ളത് 4th അല്ലേ, അപ്പുറത്തുള്ളത് 6th അല്ലേ, തൊട്ടപ്പുറത്തുള്ള ടൈം 7th അല്ലേ, അല്ലേടാ 7th. ഇനി ഇവിടെ ആരാ, 3rd, 2nd, ഇത് 1st. എടാ ശ്രദ്ധിച്ച് നോക്കി, ഈ ഒരു ടൈം ഉണ്ട് സീക്വൻസിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ. അടുത്ത സീക്വൻസ് എന്ന ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് പഠിക്കാനുള്ളൊരു ഐഡിയ ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അവിടെ ഒരു സീക്വൻസിൽ ഒരു ടൈം എടുത്തിട്ട് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന 2 പേരെ തമ്മിൽ, ഒരേ അകലത്തിൽ നിൽക്കുന്ന 2 പേരെ തമ്മിൽ കൂട്ടിയാൽ ഇപ്പം 5ാമത്തെ ടൈം 8, 5ാമത്തെ ടൈമിൻ്റെ തൊട്ട് പുറകിലാരാ, 4ാമത്തെ ടൈം, അപ്പുറത്താരാ, 6ാമത്തെ ടൈം. 5ൽ നിന്ന് 6ലേക്കും 5ൽ നിന്ന് 4ലേക്കും ഒരു ടൈമുകളുടെ അകലമല്ലേ ഉള്ളൂ, ഒരേ അകലത്തിലുള്ള ടൈമുകൾ. 5ൽ നിന്ന് ഒരകലം മാറി, ഫ്രണ്ടിലോട്ട് ഒരകലം മാറി, റൈറ്റിലോട്ട് ഒരകലം മാറി 6, ബാക്കിലോട്ട് ഒരകലം വരുമ്പം ഒരു ടൈം ബാക്കിലോട്ട് വരുമ്പോൾ 4. അങ്ങനെ ഒരേ അകലത്തിൽ വരുന്ന ഒരു ടൈം എടുത്തിട്ട് അതിൽ നിന്ന് ഒരേ അകലത്തിൽ വരുന്ന 2 ടൈമുകളുടെ സമ്മ് എന്ന് പറയുന്നത് ഈ ടൈമിൻ്റെ ഇരട്ടി ആയിരിക്കും. ഈ ഒരു ടൈമിൻ്റെ ഇരട്ടി. അപ്പോൾ 8ൻ്റെ ഇരട്ടി 16 ഒരേ അകലത്തിൽ വരുന്ന, ഒരകലത്തിലെന്നല്ല, ഒന്നകലം മാറി എന്നല്ല, ഒരേ അകലം. ഇപ്പം 8 എന്ന് പറയുന്ന ടൈമിൽ നിന്ന് ഒരേ അകലമുള്ള 2 ടൈമുകളാണ് 6ാമത്തെ ടൈമും 4ാമത്തെ ടൈമും. ഇനി ഒരേ അകലം വരുന്ന ബാക്കി വേറെ 2 ടൈമുകൾ ഏതാ, 8ാമത്തെ ടൈമിൽ നിന്നും 8 എന്ന് പറയുന്ന ടൈമിൽ നിന്നും, അത് 5ാമത്തെ ടൈമല്ലേ, അതിൻ്റെ ബാക്കിൽ നിൽക്കുന്നത് 4, അതിൻ്റെ തൊട്ട് പുറകിലാരാ 3. അപ്പം 2 അകലം പുറകിലേക്ക് വരുമ്പോൾ 2 ടൈം പുറകിലോട്ട് വരുമ്പോൾ 3ലോട്ടാണ് വരുന്നത്. ഇനി 2 ടൈം ഫ്രണ്ടിലോട്ട് പോയാൽ 7ലോട്ടാണ് വരുന്നത്. അപ്പോൾ അവർ രണ്ടുപേരും ഒരേ അകലത്തിലല്ലേ നിൽക്കുന്നത്. 8 എന്ന് പറയുന്ന ആ ഒരു 5ാമത്തെ ടൈമിൽ നിന്നും 2 അകലം മാറിയുള്ള ടൈമാണ്. 5ാമത്തെ ടൈമിൽ നിന്ന് 2 ഫ്രണ്ടിലോട്ട് പോയാൽ 2 ചാട്ടം ചാടിയാൽ 7ലെത്തും, ബാക്കിലോട്ട് 2 ചാട്ടം ചാടിയാൽ 3ലെത്തും. അപ്പോൾ അവർ തമ്മിലുള്ള സമ്മും
ഇതുപോലെ തന്നെയാണ് ഈ ടൈമിൻ്റെ എന്തായിരിക്കും, ഇരട്ടിയായിരിക്കും 16. ഓക്കെ, ഇനിയിപ്പം രണ്ടാമത്തെ ടൈം എടുത്ത്, അപ്പം ഈ 8 എന്ന് പറയുന്ന അഞ്ചാമത്തെ ടൈമിൽ നിന്നും 3 ഡിസ്റ്റൻസ് മാറിയുള്ള ടൈമാണ് രണ്ടാമത്തെ ടൈം. രണ്ടും 8 എന്ന് പറയുന്ന ആ ഒരു അഞ്ചാമത്തെ ടൈമിൽ നിന്നും 3 അകലം മാറി വരുന്നൊരു ടൈം വരും. ഒരു 8ാമത്തെ ടൈമിനെ കൂടെ നമ്മൾ എഴുതിയാൽ അവരുടെ സം എന്തായിരിക്കും, 16 ആയിരിക്കും. ഇങ്ങനത്തെ ഒരു പ്രത്യേകത ഉണ്ട്, ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതുകൊണ്ട് ആ ഒന്നാമത് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അപ്പോൾ ഇതൊന്ന് തുടച്ചിട്ട് നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് നോക്കാം. മക്കളെ ശ്രദ്ധിക്കുക, ഇവിടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ദ സം ഓഫ് 2 numbers ഗോട്ട് ബൈ ആഡിങ് ആൻഡ് സബ്സ്ട്രാക്റ്റിംഗ് ദ സെയിം നമ്പർ ഫ്രം എ നമ്പർ ഈസ് ടോയ്സ് ദിസ് നമ്പർ. എടാ ഇത്ര ഉള്ള കാര്യം, ഒരു നമ്പർ എടുക്കുക, എക്സാമ്പിളായിട്ട് ഒരു നമ്പർ എടുക്കുക. ഇപ്പം 10 എന്ന് പറയുന്ന നമ്പർ എടുത്ത് ആ നമ്പറിൻ്റെ കൂടെ ഒരേ നമ്പർ തന്നെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണം. ഒരു നമ്പർ എടുത്തു, സാറ് മനസ്സിൽ 10 എടുത്ത് വേറെ നമ്പർ നമുക്ക് ഇഷ്ടമുള്ള നമ്പർ എടുക്കണം. സാർ 10 എടുത്തതേ ഉള്ളൂ. ആ നമ്പറിൻ്റെ കൂടെ ഒരു നമ്പർ കൂട്ടുന്നു, അപ്പോൾ ഒരു ആൻസർ കിട്ടും. 10 + 2 എത്രയാടാ, 12 അല്ലേ. ഇനി ഈ നമ്പറിൻ്റെ കൂടെ തന്നെ ഇതേ നമ്പർ കുറയ്ക്കണം. ആദ്യം ഒരു നമ്പർ എടുത്ത് അതിൻ്റെ കൂടെ ഒരു നമ്പർ കൂട്ടി, അതിൻ്റെ ആൻസറാണ് 12. അതേ നമ്പർ എടുത്ത് അതേ നമ്പറിനെ തന്നെ, ഈ നമ്പറിനെ തന്നെ കുറയ്ക്കുക. ആദ്യം കൂട്ടി പിന്നെ കുറയ്ക്കുക, എന്നിട്ട് അതിൻ്റെ ഉത്തരം എഴുതുക. അപ്പോൾ എത്ര കിട്ടും, 8 കിട്ടും. എന്നിട്ട് അവരെ തമ്മിൽ കൂട്ടുക, ആ കിട്ടിയവരെ തമ്മിൽ കൂട്ടുക. അപ്പോൾ കിട്ടുന്ന ഉത്തരം 20. അപ്പോൾ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് നമ്മൾ ആ എടുത്ത നമ്പറിൻ്റെ ഇരട്ടിയായിരിക്കും. 10ൻ്റെ ഇരട്ടിയല്ലേടാ 20. ഓക്കെ, വേറെ എന്തെങ്കിലും നമുക്കൊന്ന് നോക്കാം. ഇപ്പം സാർ ഇപ്പോൾ ഇവിടെ തന്നെ ഒരു സീക്വൻസിൽ 8 എന്ന് പറഞ്ഞ നമ്പർ തന്നിട്ടുണ്ട്. ചുമ്മാ ഒരു 8 എടുത്ത്, 8 എന്ന് പറയുന്ന നമ്പർ എടുത്ത് അതിൻ്റെ കൂടെ ഒരു നമ്പർ നമ്മൾ കൂട്ടുകയാണ്. പോട്ടൊരു 3 കൂട്ടാം. 8ൻ്റെ കൂടെ 3 കൂട്ടുന്നു, 8 × 3 = 11. ആ 8 എന്ന് പറയുന്ന നമ്പറിൽ നിന്നും അതേ 3 തന്നെ കുറയ്ക്കുകയാണ്. അപ്പോൾ എന്ത് കിട്ടും, 8ൽ നിന്ന് 3 കുറച്ചാൽ 5. മക്കളെ 11ഉം 5ഉം എത്രയാണ്, 16. അത് ഈ നമ്പറിൻ്റെ ഇരട്ടിയല്ലേ. അതാണ് കേട്ടോ. ഒരെണ്ണം കാണിച്ചാൽ മതി. നിങ്ങൾ എക്സാമിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഒരെണ്ണം വെച്ച് നോക്കിയാൽ മതി. അല്ലാതെ എല്ലാം ചെയ്ത് നോക്കണ്ട. ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ആകാൻ വേണ്ടിയാണ് ഒന്നുകൂടെ പറഞ്ഞത്. ഓക്കേടാ. അപ്പോൾ ഈ 2 സ്റ്റേറ്റ്മെൻറ്റുകളിൽ 2 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് എ ഈസ് ട്രൂ ബി ഈസ് ഫാൾസ്. എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്, ബി തെറ്റാണെന്ന്. പക്ഷേ 2 സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ല. അപ്പം ഇതല്ല നമ്മുടെ ഉത്തരം. എ ഈസ് ഫാൾസ് ബി ഈസ് ട്രൂ. എ തെറ്റാണ്, ബി ശരിയാണ്. എ തെറ്റാണെന്ന് പറയുന്നത് ശരിയാണ്, അതൊരു തെറ്റല്ലേ. എ തെറ്റാണെന്ന് പറയാൻ പറ്റുമോ, ഇല്ല. എയും ശരിയാണ്, എയും ശരിയാണ്, എയും ശരിയാണ്, ബിയും സ്റ്റേറ്റ്മെൻറ്റ് ബിയും ശരിയാണ്. അപ്പോൾ ഈ പറഞ്ഞത് തെറ്റാ, അങ്ങനെ പറയരുത് അല്ലേ. ഇനി ബോത്ത് ആർ ട്രൂ ആൻഡ് ബി ഈസ് എ റീസൺ ഫോർ എ. രണ്ടും ശരിയാണ്. ബി എന്ന് പറയുന്നത് എയുടെ ഒരു റീസണാണ്. എടാ എയും ബിയും 2 സ്റ്റേറ്റ്മെൻറ്റാണ്. ഇതിൽ അരിത്തമെറ്റിക് സീക്വൻസിലൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഇത് ഒരു നമ്പറിനെ പറ്റിയുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്. ഇവർ തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് രണ്ടുപേരും ശരിയാണെന്ന് പറയുന്നത് ഓക്കെ. പക്ഷേ ബി എന്ന് പറയുന്നത് എയുടെ ഒരു കാരണക്കാരനല്ല. ബി ഉള്ളത് കൊണ്ടല്ല എ ഉള്ളത്. അങ്ങനെ കണക്ഷനുള്ള ആളുകളില്ല. ഇപ്പം ഇത് ഈ സീക്വൻസിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ പറഞ്ഞായിരുന്നെങ്കിൽ, ഇപ്പോൾ ഇത് പറഞ്ഞു, ഇപ്പം 3rd 7th കൂടെ കൂട്ടുമ്പം 16 കിട്ടുന്നു പറഞ്ഞു. നമ്മളവിടെ വരച്ച് നോക്കി, ഈ 16 കിട്ടുന്ന വേറെ കുറേ നമ്പേഴ്സ് ഉണ്ട്. ഇപ്പോൾ 5ാമത്തെ നമ്പറിൻ്റെ തൊട്ട് പുറകിൽ നിൽക്കുന്ന 4ഉം 6 കൂട്ടിയാലും 16 കിട്ടും. അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ബിയിൽ പറഞ്ഞിരുന്നെങ്കിൽ അത് ഇതുമായിട്ട് കണക്ഷൻ ഉണ്ടെന്നൊക്കെ വേണേൽ പറയായിരുന്നു. പക്ഷേ ഇത് അവിടെ അങ്ങനെ ഇല്ല. ഇത് 4ാമത്തെ നോക്കുക, ബോത്ത് ആർ ട്രൂ. രണ്ടും ശരിയാണ്. ബി ഈസ് നോട്ട് ദ റീസൺ ഫോർ എ. ബി എന്താണ്, എയുടെ ഒരു കാരണമല്ല. ഓക്കെ, ഇതാണ് കറക്റ്റ്. രണ്ടും ശരിയാണ്, പക്ഷേ അവർ തമ്മിൽ കണക്ഷനൊന്നുമില്ല, ബന്ധങ്ങളൊന്നുമില്ല. ഓക്കെ അല്ലേടാ. അപ്പോൾ ശ്രദ്ധിച്ചോണം കേട്ടോ. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യമാണ് മക്കളെടാ. നമ്മുടെ 3ാമത്തെ ചോദ്യമാണ്. ദ 4th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 18. ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ 4th ടേം 80. 4ാമത്തെ ടേം 80 ആണ്. 4th ടേം 80 80. ആൻഡ് ദ 7th ടേം ഈസ് 60. 7ാമത്തെ ടേം 7th ടേം എന്താണ്, 60 ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ 10th ടേം, 10ാമത്തെ ടേം എത്രയാണ്? ബി പാർട്ടി ചോദ്യം, വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം എങ്കിൽ ഫസ്റ്റ് ടേം എത്രയാണ്? മക്കളെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒരു 2 രീതിയിൽ സാർ ചെയ്ത് കാണിച്ചു തരാം. ഇതിൽ ഒന്നാമത്തെ രീതിയാണ് 4ാം ടേം 80, 7ാമത്തെ ടേം 60. ഇവിടെ നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്ര എന്ന 3ാമത്തെ ചാപ്റ്ററിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തേക്കുന്നതിൽ അതിൻ്റെ ആദ്യത്തെ ഒരു ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ തന്നെയൊക്കെ ഇതേപോലത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. 2 ടേമുകൾ തന്നാൽ നമുക്ക് പെട്ടെന്ന് എന്ത് കാണാൻ പറ്റും,
2 പൊസിഷനിലുള്ള ടേമുകൾ വന്നാൽ നമുക്ക് ഡിഫറൻസ് കാണാൻ പറ്റും. ഡി ഈസ് ഈക്വൽ ടു ഡി കണ്ടുപിടിച്ചിട്ട് നമുക്ക് 10th ടേമിലേക്ക് പോകാം. അതെ, 4th ടേമും 7th ടേമും ഉണ്ടെങ്കിൽ ഡി കാണാൻ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് TD/PD. ടേമുകൾ ആരൊക്കെയാണ്? 4th 7th തന്നാൽ ഞാൻ ആ വീഡിയോയിലേ പറയുന്നുണ്ട്. ദേ ഇവിടെ നമുക്ക് ആ വീഡിയോ പറയുന്ന കാര്യം തന്നെ നമുക്കൊന്ന് പറയാം. അതെ, എടാ 4 7 4ാമത്തെ ടേമും 7ാമത്തെ ടേമും തന്നാൽ ദൂരെ നിൽക്കുന്ന ടേമിൽ നിന്നും തൊട്ട് ബാക്കിൽ നിൽക്കുന്ന ടേം കുറയ്ക്കുക. എഴുതി വരുമ്പോൾ 1st 2nd ഇപ്പം 1st 2nd 3rd 4th 5th അങ്ങനെ പോയി വരുമ്പോൾ ഇവിടെ നോക്കുക. 1st 2nd 3rd 4th 5th 6th 7th 7 ടേമുകൾ കോമായിട്ട് ഡാഷ് ഇട്ടേക്കുന്ന ടേമുകളായിട്ട് ആലോചിച്ചാൽ ദേ 4th ടേം 4ാമത്തെ ടേം 80, 4ാമത്തെ ടേം 80, 7ാമത്തെ ടേം 4 5 6 7ാമത്തെ ടേം 60. കണ്ടോ, 4ാമത്തെ ടേം 80, 7ാമത്തെ ടേം 60. എടാ അപ്പോൾ അവിടെ ആദ്യം 4 കഴിഞ്ഞല്ലേ പിന്നെ 7. അപ്പോൾ ആ ദൂരെ നിൽക്കുന്ന ടേമിൽ നിന്ന് ഇത് കുറയ്ക്കാൻ ഓർത്ത് വെക്കുക. അപ്പോൾ ആര് തമ്മിൽ കുറയ്ക്കും? ദേ 60 - 80 ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്, സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. 80ൻ്റെ സ്ഥാനം 4ആണ്, 60ൻ്റെ സ്ഥാനം 7ആണ്. അപ്പോൾ 60ൻ്റെ സ്ഥാനം 7 - 80ൻ്റെ സ്ഥാനം 4. അപ്പോൾ എന്ത് വരും ഇവിടെ? 60 - 80 പോയാൽ ഒരു പ്ലസ് ഒരു മൈനസും വന്നാൽ വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം. അങ്ങനെ ആകുമ്പം 60 - 80 പോയാൽ -20, 7 - 4 പോയാൽ 3 -20/3. അതാണ് നമ്മുടെ ഡി എന്ന് പറയുന്നത്. ഡിഫറൻസ് കിട്ടി. ഇനി നമുക്ക് എത്രാമത്തെ ടേം കാണണ്ട? എ പാർട്ട് ചോദ്യം അല്ലെ 1ാമത്തെ ചോദ്യം 10ാമത്തെ ടേം എത്ര, 10th ടേം എത്രയാണെന്നാണ് ചോദ്യം. എടാ 10ാമത്തെ ടേം കാണാൻ ഒരു സീക്വൻസിൽ 7 ഉണ്ട് നമ്മുടെ കയ്യിൽ. 7ൽ നിന്ന് എങ്ങനെയാണ് 10ലോട്ട് പോകുന്നത്? 7 കഴിഞ്ഞാൽ അടുത്ത ടേം ഏതാണ്? അടുത്ത ടേം 8ആണ്. 8ാമത്തെ ടേമാണ്. അത് കഴിഞ്ഞാൽ 9, അത് കഴിഞ്ഞ് 10. 7ാമത്തെ ടേമിൽ നിന്ന് എത്ര ടൈം ഫ്രണ്ടിലോട്ട് പോകണം? 3 ടൈം. അപ്പോൾ 7ാമത്തെ ടൈമിൻ്റെ അവിടെ എത്ര ഡി കൂട്ടിയാൽ മതി? 3 ഡി കൂട്ടിയാൽ മതി. ഓക്കെ, അങ്ങനെ 3 ഡി കൂട്ടുമ്പം 7ാമത്തെ ടൈമായ ആരാ? 7ാമത്തെ ടൈം എത്രടാ? 7ാമത്തെ ടൈം നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട് 60ആണ്. 60ൻ്റെ കൂടെ 3 ഡി, 3 ഇൻറ്റു ഡി ആരാടാ? അതെ, നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഡി -20/3. 3യും 3യും കട്ടായി. ഇത് മുകളിലാണ് ഈ 3, ഇത് ന്യൂമറേറ്ററിൽ, ഇത് ഡിനോമിനേറ്ററിൽ. 3 കട്ടായി. 60 -20, 60 - 20 എത്ര ആൻസർ? 40. അപ്പോൾ 10th ടൈം 40ആണ്. 10ാമത്തെ ടൈം എത്രയാണ്? 40ആണ്. ഇനി 2ാമത്തെ ചോദ്യം 1ാമത്തെ ടൈം കാണാൻ. 1ാമത്തെ ടൈം എടാ 4th ടൈമിൽ നിന്ന് ഒരു സ്റ്റെപ്പ് ബാക്കിൽ വന്നാൽ 3rdiലെത്തും, ഒരു സ്റ്റെപ്പ് ബാക്കിൽ വന്നാൽ 3rd, ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് വന്നാൽ 2nd, ഒരു സ്റ്റെപ്പ് കൂടെ ബാക്കിലോട്ട് വന്നാൽ 1st എന്ന് വെച്ചാൽ 4ാമത്തെ ടൈമിൽ നിന്ന് 3 ഡി കുറയ്ക്കണം. ഒരു ബാക്കിലോട്ട് വരുന്ന ഒരു ഡിഫറൻസ് ആണ് ബാക്കിലോട്ട് വരുന്നത്. ഒരു ബാക്കിലോട്ട് 3 സ്റ്റെപ്പ് വന്നപ്പം 4ാമത്തെ ടൈമിൽ നിന്ന് 3 ഡി കുറച്ചാൽ എവിടെ എത്തും? നമ്മൾ 1ാമത്തേലെത്തും. 4ാമത്തെ ടൈം ആരാടാ? 4ാമത്തെ ടൈം എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിലുണ്ട് 80ആണ്. -3 ഇൻറ്റു ഡി ആരാടാ? ഡിഫറൻസ് ആരാ? അതെ, -20/3. ഓക്കെ, അതെ, ന്യൂമറേറ്ററിലെ 3 ഡിനോമിനേറ്റർ 3 ക്യാൻസലായി. 80 -20 മൈനസ് പ്ലസ് ആണ്. 80 + 20 100. 1ാമത്തെ ടൈം 100ആണ്. ഓക്കെ, ഇത് പ്രോപ്പർ നമ്മൾ ചെയ്തു വരുന്ന രീതി. അല്ലാതെ ഈ വരച്ചതിൻ്റെ അകത്ത് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം. എടാ 4ാമത്തെ ടൈമിൽ നിന്നും ഒരു ടൈം ഫ്രണ്ടിലോട്ട് ചാടുമ്പം 5ലെത്തും, ഒന്നുകൂടെ ചാടുമ്പോൾ 6ലെത്തും, ഒന്നുകൂടെ ചാടുമ്പോൾ 7ലെത്തും. ഓക്കെ, 4ാമത്തെ ടൈമിൽ നിന്നും 3 സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് പോയാണ് 7ലോട്ട് എത്തിയത്. 4ാമത്തെ ടൈമിൽ നിന്നും 3 സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് പോയി 7ലെത്തി. ഈ 7ൽ നിന്ന് 3 സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് പോകുമ്പോഴല്ലേ 10ലെത്തുന്നത്. 7ൽ നിന്ന് ഒരു സ്റ്റെപ്പ് കൂടെ വന്നാൽ 8, ഒരു സ്റ്റെപ്പ് കൂടെ വരുമ്പോൾ 9, ഒരു സ്റ്റെപ്പ് കൂടെ വരുമ്പോൾ 10. ഇവിടെ എന്ന് പറയുമ്പം ഒരു സീക്വൻസിലാണ്. 4ാമത്തെ ടൈമിൽ നിന്നും 7ലേക്ക് വന്നപ്പോൾ 3 ഡി ആണ് ഇവിടുത്തെ വ്യത്യാസം. ആ ഒരു 3 ഡി ചാടി വന്നപ്പം 80 60 ആയെങ്കിൽ എന്ന് വെച്ചാൽ 20 കുറഞ്ഞ്, ഇത് കുറയുന്ന സീക്വൻസ് ആണ്. ഇത് കണ്ടാൽ തന്നെ അറിയാം. ഈ 4ാമത്തെ 80, 7ആയപ്പോൾ 60 ആയി. ഈ 80 60 ആയെങ്കിൽ 3 ചാട്ടം ചാടി വന്നപ്പം അത് 60 ആയി. ഇപ്പോൾ ഇവിടോട്ട് 7ൽ നിന്ന് 10ലോട്ട് വരണമെങ്കിൽ 3 ചാട്ടം ചാടി വരണ്ടേ? ആദ്യം 8ലോട്ട് വരും, പിന്നെ 9ലോട്ട് വരും, പിന്നെ 10ലോട്ട് വരും. അപ്പോൾ ഈ 80 60 ആയെങ്കിൽ ആ ഒരു അതേ 3 ചാട്ടം തന്നെയല്ലേ ഇവിടെയും ചാടേണ്ടത്. അപ്പം 20 കുറഞ്ഞില്ലേ? അപ്പോൾ 60 എന്ന് പറയുന്നത് 20 കുറഞ്ഞ് എത്ര ആവും? 40 ആവും. എടാ ഇത് 40 2 ടൈം ബാക്കിലോട്ട് വന്ന് 3ാമത്തെ ടൈമിലെത്തുമ്പോൾ 60 ആയി. പിന്നെയും 3 ടൈം ബാക്കിലോട്ട് വരുമ്പോൾ 80 ആയി. പിന്നെയും ബാക്കിലോട്ട് വന്നാൽ എത്ര ആവും? 40 60 80 ഇവിടെ എത്ര വരും?
100 വരും. അങ്ങനെയും വരച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഈ ചെയ്യുന്നതിന് പകരം അങ്ങനെയും കാണാം. 2 മാർഗം സാർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള മാർഗം എക്സാമിന് ഇരിക്കുമ്പോൾ ചെയ്യാവുന്നതാണ്. മക്കളെ ശ്രദ്ധിക്കുക. എടാ മൂന്നാമത്തേന് എ എന്നും പറഞ്ഞൊരു ചോദ്യമുണ്ട്, ബി എന്നും പറഞ്ഞൊരു ചോദ്യമുണ്ട്. ഇപ്പം ആ ഒരു പാറ്റേണാണ് നമ്മുടെ ട്യൂഷൻ സെൻ്ററുകളിലും ഒക്കെയും വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ. ഇപ്പോൾ ഓണത്തിന് മുമ്പ് മിക്ക സ്ഥലങ്ങളിലും ഒരു എക്സാമുകൾ നടന്നിട്ടുണ്ട് പല സെൻറ്ററുകളിലുമൊക്കെ. അപ്പോൾ അവിടെ എല്ലാം വന്ന ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമ്മൾ കാണുന്നത് നേരത്തെ പോലെ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ 5 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾ, 5 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. 5 മുതൽ 10 വരെ എന്ന് പറയുമ്പോൾ 6 ചോദ്യമുണ്ട്. 5, 6, 7, 8, 9, 10. അപ്പം ഈ ഒരു 6 ചോദ്യത്തിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക എന്നൊക്കെ പറയും. ഇപ്പം അങ്ങനല്ല. 5 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ ഇപ്പം 7ാമത്തെ ചോദ്യത്തിന് 2 പാർട്ടുണ്ടല്ലോ. എന്താണ്, എയും ഉണ്ട് ബിയും ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് ഉത്തരം എഴുതാൻ പറയും. രണ്ടും അപ്പോൾ ഒരേ ചാപ്റ്ററിൽ നിന്നുള്ളതായിരിക്കും. അപ്പോൾ ചാപ്റ്ററുകളൊന്നും നമുക്ക് സ്കിപ്പ് ചെയ്യാനുള്ള ഒരു അവസരം തരാത്ത രീതിയിലുള്ള ചോദ്യങ്ങളാണ്. എല്ലാ പാഠവും പഠിക്കുന്നവർക്ക് A+ കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വന്നതാണ് ഒരു ചോദ്യം. മൂന്നാമത്തെ എൻ്റെ ബി ചോദ്യം. ഇൻ ദ അരിത്തമെറ്റിക് സീക്വൻസ്, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. ഏതാ? 8, 15, 22. 8, 15, 22. ഒന്നാമത്തെ ചോദ്യം, ക്യാൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി 2 ടേംസ് ബി 56? ഈ സീക്വൻസിലെ ഏതെങ്കിലും 2 ടേമുകൾ തമ്മിൽ കുറയ്ക്കുമ്പം 56 ഉത്തരമായി വരുമോ എന്ന ചോദ്യം. ഏതെങ്കിലും ടേമുകൾ തമ്മിൽ കുറയ്ക്കുമ്പം 56 ഉത്തരമായിട്ട് വരുമോ? എടാ അങ്ങനെ ഏതെങ്കിലും 2 ടേം കുറയ്ക്കുമ്പം 56 ഉത്തരമായി വരുമെങ്കിൽ, അങ്ങനെ വരണമെങ്കിൽ ആ ഒരു ടേം, അങ്ങനെ വരുന്നൊരു ടേമാണ് 56 എങ്കിൽ ആ ടേമിനെ നമുക്ക് ഉറപ്പായിട്ടും ഈ സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഈ സീക്വൻസിൽ 2 ടേമുകൾ തമ്മിൽ കുറച്ചപ്പോൾ കിട്ടിയ ഉത്തരമാണിത് എങ്കിൽ ആണോ എന്നാ ചോദ്യം. അങ്ങനെ ആണെങ്കിൽ അയാൾ ഈ സീക്വൻസിലെ ആ ഒരു കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. എന്ന് വെച്ചാൽ സീക്വൻസിലെ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള നമ്പർ കൊണ്ട് നമുക്കിതിനെ കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആ ഒരു കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നതിൻ്റെ മറ്റൊരു വേർഡാണ് മൾട്ടിപ്പിൾ ആണ് എന്നുള്ളത്. കംപ്ലീറ്റ്ലി ഡിവിസിബിൾ എന്ന് പറഞ്ഞാലും മൾട്ടിപ്പിൾ എന്ന് പറഞ്ഞാലും ഒരേ ഐഡിയ ആണ്. അപ്പം ഇതിൻ്റെ ഡി ആദ്യം നോക്കുക, ഡിഫറൻസ് നോക്കുക. ഡി = സെക്കൻഡ് ടൈം ഇത് ഫസ്റ്റ് ടൈം കുറയ്ക്കുക. 15-ൽ നിന്ന് എത്ര കുറയ്ക്കുക? 8 കുറച്ചാൽ ഉത്തരം എത്രയാടാ? 7 എന്ന് വരും. അപ്പം ഡിഫറൻസ് കൊണ്ട്, നമ്മുടെ ഈ കോമൺ ഡിഫറൻസ് കൊണ്ട് ആ ഒരു ഡിഫറൻസ് ആയിട്ട് പറഞ്ഞേക്കുന്ന നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് നോക്കുക കംപ്ലീറ്റ്ലി. 56-നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 56/7. 56 ടേബിളിൽ 7 ഉണ്ടാടാ. 7ൻ്റെ ടേബിളിൽ 56 ഉണ്ടാടാ. 7ൻ്റെ ടേബിളിൽ 56 ഉണ്ടോ നോക്കുക. 7 × 1 7. 7 × 7 49. 7 × 8 അല്ലേടാ 56. അപ്പോൾ 8 അല്ലേ? അപ്പോൾ 7ൻ്റെ ടേബിളിലുള്ളതല്ലേ ആണ്. അപ്പോൾ കുറയ്ക്കുമ്പോൾ ക്യാൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി 2 ടേംസ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു സീക്വൻസ് വന്നിട്ട് ഏതെങ്കിലും 2 ടേം, ഈ സീക്വൻസിൽ ഏതെങ്കിലും 2 ടേം കുറയ്ക്കുമ്പോൾ വരുന്ന ഉത്തരമാണോ ഈ 56? ഉത്തരമാണോ ഈ 56 എന്ന് ചോദിച്ചാൽ ആ തരുന്ന ഉത്തരത്തിനെ ഏതെങ്കിലും 2 ടേമുകൾ തമ്മിൽ കുറച്ചപ്പോൾ കിട്ടിയ ആൻസർ ആണെങ്കിൽ ഉറപ്പായിട്ടും ആ ആൻസർ ആ ഒരു സീക്വൻസിലെ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 7ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കേണ്ടത് എന്താണ്? ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ ആ നമ്പർ ആ സീക്വൻസിലെ കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആണോ നോക്കുക. എന്ന് വെച്ചാൽ ആ സീക്വൻസിലെ കോമൺ ഡിഫറൻസ് കൊണ്ട് ആ നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പം കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നു. എന്ന് വെച്ചാൽ ഇപ്പം 56-നെ നമ്മൾ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം കംപ്ലീറ്റ്ലി ഡിവിസിബിൾ എന്ന് പറഞ്ഞാൽ 7 × 8 56, റിമൈൻഡർ 0 വരും. അതാണ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ. 7ൻ്റെ മൾട്ടിപ്പിളിലുള്ള ഏത് നമ്പർ എടുത്തിട്ട് 7 കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് റിമൈൻഡർ 0 അല്ലേ ഇടുന്നത്. റിമൈൻഡർ 0 കിട്ടുന്നതിന് പറഞ്ഞാണ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ എന്ന്. ഓക്കെ, അപ്പോൾ നമുക്കിത് രണ്ടാമത്തെ ചോദ്യം നോക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം, ഈസ് 302 എ ടേം ഓഫ് ദിസ് സീക്വൻസ്? ഇഫ് സോ വാട്ട് ഈസ് ഇറ്റ്സ് പൊസിഷൻ? എടാ 302 എന്ന് പറയുന്ന ടേം ഈ സീക്വൻസിൽ ഒരു ടേം ആണോ? ടേം ആണോ ചെക്ക് ചെയ്യാൻ പറഞ്ഞ ഇക്വേഷൻ ആണ് n = xn - x1/d + 1. ടേം ആണോ ചെക്ക് ചെയ്യാൻ പറയുമ്പോൾ ഈ 1 ഇടത്തില്ല. കാരണം 1 ഇടുന്നതെന്ന് പറഞ്ഞാൽ അത് ടേം ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് കൂടാതെ എത്രാമത്തെ ടേം ആണെന്നൂടെ പറയാൻ പറ്റും 1 ഇട്ടാൽ. അപ്പോൾ ചിലർ പറയും പൊസിഷൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം എത്രാമത്തെ ആണെന്ന് ചോദിക്കുമ്പോഴും എത്ര ടേം ഉണ്ടെന്ന് ചോദിക്കുമ്പോഴൊക്കെ ഈ 1 ഇട്ടാൽ പോരെ. ഈസി ടൈം ചോദിക്കുമ്പം 1ൻ്റെ കാര്യമില്ലല്ലോ എന്നൊക്കെ ചില രീതിയിൽ പഠിപ്പിക്കാറുണ്ട് അങ്ങനെ. പക്ഷേ മക്കളെ, നിങ്ങൾ പഠിച്ചു വെക്കുമ്പം 1 ഇട്ട് പഠിക്കുന്നതാണ് നല്ലത് ഒരു തരത്തിൽ പറഞ്ഞാൽ. കാരണം കൺഫ്യൂഷൻ വരത്തില്ല. എവിടെ 1 ഇടണം എവിടെ 1 ഇടണ്ടെന്നൊന്നും കൺഫ്യൂഷൻ വരത്തില്ല. എല്ലായിടത്തും 1 ഇട്ട് ചെയ്യാം. ഈസി ടൈമിന് ഈ 1 ഇട്ട് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അപ്പോൾ xn - x1/d + 1. ഏതാ xn? ചെക്ക് ചെയ്യാൻ പറഞ്ഞ ടൈമാണ് xn 302 മൈനസ് x1 ഫസ്റ്റ് ടൈം ആരാടാ 8 അല്ലേ, ബൈ d കോമൺ ഡിഫറൻസ്.
ഇവിടുത്തെ ഡിഫറൻസ് ആരാ? നമ്മളിതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ 7 ആയിരുന്നു +1. എടാ 302 നിന്നും 8 കുറയ്ക്കുക. ഓക്കെ, 302 8 കുറച്ചാൽ 302 8 എന്ന് പറയുന്ന ആ നമ്പർ കുറച്ച് കളയുക. 200 എത്ര വരും? 294 എന്ന് വരും /7 +1. 294/7 ഇത് കട്ട് ചെയ്യാം. 7 × 1 7. 7ൻ്റെ ടേബിളിൽ ആരുണ്ടാ? 7ൻ്റെ ടേബിളിൽ 28 7 × 4 28. ഇവിടെ 29 കട്ട് ചെയ്ത ഒരു 1 ഉണ്ട്. 7 × 2 എത്രയാണ്? 7 × 2 അല്ലേ 14. അപ്പം 42 + 1 n എത്ര? 43. n 43 ആണെന്ന് പറഞ്ഞാൽ ടേം ആണ്. ഇപ്പോൾ ഈ 1 ഇട്ടില്ലെങ്കിൽ 42 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ ചില ടീച്ചർമാരല്ലെങ്കിൽ പഠിപ്പിക്കുന്നവർ പറഞ്ഞ ചില ഐഡിയ എന്ന് പറഞ്ഞാൽ തെറ്റില്ല. അവർ പറയുന്ന ഐഡിയ എന്ന് പറയുന്നത് 42 ഡിവൈഡ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് ടേം ആണ്. പക്ഷേ ഈ 1 ഇടുമ്പം അതിൻ്റെ പക്ക പൊസിഷൻ കിട്ടുകയാണ്. ടേം ആണെന്ന് പറയുന്നത് കൂടാതെ എത്രാമത്തെ ടേം ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. ഇതിപ്പം n 43 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 43 43ാമത്തെ x43 43ാമത്തെ ടേമാണ് ആര്? നമ്മുടെ 302. പൊസിഷൻ എത്ര? അപ്പം 43 ആണ്. 43ാമത്തെ ടേമാണ് 302. ഓക്കെ, പൊസിഷൻ ഓഫ് 302 അല്ലേ? 302 ഈസ് 43. ഓക്കെ, ഇതാണ് ഷോർട്ടാക്കി നമ്മൾ എഴുതുന്നത്. x43 = 302. മക്കളെ നോക്കണം, നമ്മുടെ 4ാമത്തെ ചോദ്യം. ദ സം ഓഫ് ദി ഫസ്റ്റ് 5 ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 40 ആൻഡ് ദ സം ഓഫ് ദി ഫസ്റ്റ് 13 ടേംസ് ഈസ് 260. അവിടെ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ 5 പേരുടെ സമ്മ്, 5 ടേംസിൻ്റെ സമ്മ് 40, 5 പേരുടെ 40 ആണ്. 5 പേരുടെ സമ്മിന് നമ്മൾ എങ്ങനെ പറയാം? ഫസ്റ്റ് 5 ടേംസിൻ്റെ S5 സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഈക്വൽ ടു എത്രയാണ്? 40. ഇനി ആൻഡ് സം ഓഫ് ദ ഫസ്റ്റ് 13 ടേംസ്, ഫസ്റ്റ് ആദ്യത്തെ 13 എന്ന് പറയുമ്പോൾ ആദ്യത്തെ 5ന് S5 എന്ന് എഴുതിയെങ്കിൽ ആദ്യത്തെ 13 S13 ഈസ് ഈക്വൽ ടു 260 260. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ തേർഡ് ടേം? നിങ്ങൾ ശ്രദ്ധിക്കുക, ഒന്നാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ തേർഡ് ടേം? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ടേം എത്രയാണ്? എടാ 5 പേരെയാണ് തന്നിരിക്കുന്നത്. 5 പേരെ തന്നിട്ടുണ്ട്, 13 പേരെ തന്നിട്ടുണ്ട്. എടാ ഇത് 5 പേരുടെ സമ്മ് 13, 5 11 എന്നൊക്കെ പറയുന്ന ഓഡ് നമ്പറാണ്. ഓഡ് സമ്മിൻ്റെ ചോദ്യമാണിത്, ഓഡ് സമ്മിൻ്റെ ക്വസ്റ്റ്യൻ. ഓഡ് സമ്മ് പഠിക്കുമ്പം അവിടെ നമ്മുടെ ഐഡിയ പഠിക്കുന്നുണ്ട്. ഓഡ് സമ്മിൻ്റെ സം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡിൽ ടേം, അല്ലെങ്കിൽ ഷോർട്ടാക്കി പറഞ്ഞാൽ സം ഈസ് ഈക്വൽ ടു n ഇൻറ്റു മിഡിൽ ടേം. അല്ല, സമ്മ് കാണാൻ നമ്പർ ഓഫ് ടേംസിനെ അല്ല ടേമുകളുടെ എണ്ണത്തിനെ മിഡിൽ ടേം കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അവിടുന്ന് തന്നെ ഇത് രണ്ടും സെയിം ആളുകളാണ് എഴുതിയേക്കുന്നത്. ഈ നമ്പർ ഓഫ് ടേംസിനെ ഷോർട്ടാക്കി എഴുതിയാണ് സം ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡിൽ ടേം. ഇനി വേറൊരു ഐഡിയ പറഞ്ഞാൽ അതിനെ ഷോർട്ടാക്കി എഴുതിയ ഇക്വേഷനാണ്. ഇവിടെ മിഡിൽ ടേം കാണാൻ പറ്റും. മിഡിൽ ടേം കാണുന്നൊരു ഇക്വേഷൻ ഉണ്ട്, അവിടുന്ന് തന്നെ ചെയ്താലും മതി. മിഡിൽ ടേം ഈസ് ഈക്വൽ ടു മിഡിൽ ടേം കാണാൻ ഈ n ഇപ്പുറത്ത് വന്നാൽ സം ബൈ നമ്പർ ഓഫ് ടേംസ്. സമ്മ് കാണാൻ മിഡിൽ ടേം തന്നിട്ട് സമ്മാണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മിഡിൽ ടേം തന്നു, സമ്മ് ചോദിച്ചാൽ n ഇൻറ്റു മിഡിൽ ടേം ചെയ്താൽ മതി. ഇനി സമ്മ് തന്നിരിക്കുന്നു, മിഡിലാണ് ചോദിച്ചേക്കുന്നതെങ്കിൽ സം ബൈ n. ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചാൽ മതി. തന്നിരിക്കുന്നത് സമ്മാണ്, സമ്മ് തന്നിട്ട് മിഡിൽ ടേമ ചോദിച്ചതെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ തേർഡ് ടേം ഒരു ടേമാണ് ചോദിച്ചേക്കുന്നത്. ഇനി അതെങ്ങനെ മിഡിലാണെന്ന് മനസ്സിലായെന്ന് ചോദിച്ചാൽ എടാ 5 പേരുള്ളപ്പം ആരാണ് നടുക്ക്? 5 പേരുള്ളപ്പം നടുക്കുള്ള ആളെ കാണാൻ 5 ആളുകളുണ്ടെങ്കിൽ നടുക്കുള്ള ആളെ കാണാൻ 5ൻ്റെ കൂടെ 1 കൂട്ടുക, അതിൻ്റെ പകുതി എടുക്കുക. ഇപ്പം 5 ആളുകൾ ഇരിക്കുകയാണ്. 1 2 3 4 5. 5 പേരുള്ളപ്പോൾ ആരാ നടുക്ക്? മൂന്നാമത്തവനല്ലേ? 1 2 3 4 5. 5 പേരുള്ളപ്പോൾ മൂന്നാമത്തെ ആളല്ലേ നടുക്ക്? അതെങ്ങനെ പെട്ടെന്ന് മനസ്സിലാകുന്നൊരു ഐഡിയ ആണ്. 5ൻ്റെ കൂടെ ആ നമ്പറിൻ്റെ കൂടെ 1 കൂട്ടുക, അതിൻ്റെ പകുതി എടുക്കുക. 5ൻ്റെ കൂടെ 1 കൂട്ടിയാൽ 6, 6ൻ്റെ പകുതി 3. ഇനി 13 പേരുള്ളപ്പോൾ ആരാണ് നടുക്ക്? 13 പേരുള്ളപ്പം ഇതേ പറഞ്ഞ ഐഡിയ യൂസ് ചെയ്യുക. വലിയ നമ്പറൊക്കെ വരുമ്പോൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് നോക്കാം. 13ൻ്റെ കൂടെ 1 കൂട്ടുക തൊട്ടപ്പുറത്ത്, അല്ലെങ്കിൽ 13ൻ്റെ കൂടെ 1 കൂട്ടുക 14. 14ൻ്റെ പകുതി 7. 13 പേരുടെ സമ്മ് വന്നിട്ട് 13 പേരുള്ളപ്പോൾ നടുക്കാരാ 7. അതാണ് 7 ചോദിച്ചേക്കുന്നത്. ആദ്യം 5 പേരുടെ സമ്മ് വന്നു, 3 ചോദിച്ചു. 5 പേരുള്ളപ്പോൾ ആരാ നടുക്ക്? 3 ആണ്, അതുകൊണ്ടാണ് 3 ചോദിച്ചേക്കുന്നത്. 5 പേരുള്ളപ്പം 3 ആണ് നടുക്ക്, മിഡിൽ ടേം 3 ആണ്. അപ്പം മിഡിലാണ് ചോദിച്ചിരിക്കുന്നത്. x3 ആണ് ചോദ്യം. മിഡിൽ കാണാൻ മിഡിൽ ടേം ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ?
സമ്മ് ബൈ n, സം ബൈ നമ്പർ ഓഫ് ടൈംസ്. മിഡിൽ എന്ന് പറഞ്ഞാൽ 5 പേരുള്ളപ്പോൾ 3 ആണ് മിഡിൽ. x3 കാണാൻ ക്വസ്റ്റ്യൻ x3 ആണ്, മൂന്നാമത്തെ ടൈമാണ് ചോദ്യം. മൂന്നാമത്തെ ടൈമായിട്ടുള്ള അല്ലെങ്കിൽ 5 പേരുള്ളപ്പോൾ ഉള്ള മിഡിലായിട്ടുള്ള 3നെ കാണാൻ സമ്മായിട്ടുള്ള എത്ര പേരുടെ സമ്മ്, 5 പേരുടെ സമ്മ് എത്ര, ആ സമ്മിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്പർ ഓഫ് ടൈംസ്. എത്ര പേരുടെ സമ്മാണ് പറയുന്നത്, 5 പേരെ പറ്റിയല്ലേ പറയുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ടൈംസ് എത്രയാണ്, 5 ആണ്. 40/5, 5 × 1 5, 5 × 8 40. മൂന്നാമത്തെ ടൈം എത്രയാണ്, അപ്പം 8 ആണ്. ഓക്കെ, ഇതേ ഇക്വേഷൻ വെച്ച് നമുക്ക് വാട്ട് ഈസ് ദ 7th ടൈം, നമുക്ക് ഏത് കാണാം, 7ാമത്തെ ടൈം കാണാൻ പറ്റും. എങ്ങനെ കാണുമെന്ന് ചോദിച്ചാൽ ഇതേ ഇക്വേഷൻ മിഡിൽ ടൈം ഈസ് ഈക്വൽ ടു സം ബൈ n. ഇവിടെ ഇതേ ഇക്വേഷൻ നമ്മൾ ഇങ്ങോട്ടൊന്ന് അപ്ലൈ ചെയ്യാണ്, ഒന്നുകൂടെ എഴുതുന്നില്ല, അപ്ലൈ ചെയ്യുക. ഇവിടെ ദേ എത്രാമത്തെ ടൈം കാണണ്ട, നമുക്ക് കാണേണ്ടത് 7ാമത്തെ ടൈമാണ്, 7th ടൈം. 13 പേരുള്ളപ്പം 13 ടൈമുകളുള്ളപ്പം 7 ആണ് നടുക്ക് വരുന്നത്. 7ാമത്തെ ടൈം കാണാൻ സമ്മിനെ 13 പേരുടെ സം എത്ര, 260നെ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യുക, നമ്പർ ഓഫ് ടൈംസ് എത്ര, 13. അപ്പം 13 പേരുടെ സമ്മ് തന്നു. 7ാമത്തവനെ ചോദിച്ചാൽ 13 പേരുള്ളപ്പം 13 പേരുണ്ടെങ്കിൽ 7 ആണ് നടുക്ക്, മിഡിലാണ് ചോദിച്ചിരിക്കുന്നത്. മിഡിൽ കാണാൻ സം ബൈ n. സമ്മിനെ തന്നിരുന്ന 13 പേരുടെ സമ്മായ 260നെ 13 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 13 × 1 13, 13 × 2 ആണ് 26. 0 ഇങ്ങോട്ട് വന്നാൽ ആൻസർ 20. ഓക്കെ, അപ്പം മൂന്നാമത്തെ ടൈം 8 ആണ്, 7ാമത്തെ ടൈം 20 ആയി. ഓക്കെ, ഇനി നമുക്കിത് ആ മൂന്നാമത്തെ പാർട്ട്, റൈറ്റ് ദ ഫസ്റ്റ് 3 ടൈംസ് ഓഫ് ദിസ് സീക്വൻസ്. ഈ സീക്വൻസിലെ ആദ്യത്തെ 3 ടൈം കാണുക. നമുക്ക് ഒന്ന് തുടച്ചിട്ട് ചെയ്യാം. നമുക്കിപ്പോൾ നോക്കാതെ ആദ്യത്തെ 3 ടൈം കാണാനാണ് 3 ടൈംസ് കാണുക. നമ്മുടെ ഏതൊക്കെ ടൈമുണ്ട്, മൂന്നാമത്തെ ടൈം ഉണ്ട് 8 ആണ്, അടുത്ത 7ാമത്തെ ടൈം ഉണ്ട് 20 ആണ്. മൂന്നാമത്തെ ടൈം 8, 7ാമത്തെ ടൈം 20. നമുക്ക് അവിടെ നിന്ന് ഡിഫറൻസ് കണ്ടുകൂടെ, ഡി കണ്ടുകൂടെ, ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ടേമുകൾ ആരൊക്കെയാണ്, ടേമുകൾ ആരൊക്കെയാതെ, മൂന്നാമത്തെ ടൈം 8 ആണ്, 7ാമത്തെ ടൈം 20. 3 7 തന്നാൽ എവിടെ നിൽക്കുന്ന ടൈമിന് ഏതേ കുറയ്ക്കാവുള്ളൂ. 7ാമത്തെ ടൈമായ 20 നിന്നും മൂന്നാമത്തെ ടൈമായ 8 കുറയ്ക്കുക, 20 - 8 ബൈ പൊസിഷൻ തമ്മിൽ കുറയ്ക്കുക. പൊസിഷൻ ഏതൊക്കെയാണ്, 3ഉം 7ഉം ആണ് പൊസിഷൻ. അപ്പം 7 - 20ാമത്തെ പൊസിഷൻ, 20 എന്ന് പറയുന്ന ടൈമിൻ്റെ പൊസിഷനാണ് 7, 8 എന്ന് പറയുന്ന ടൈമിൻ്റെ പൊസിഷനാണ് 3. അപ്പോൾ എന്ത് വരും ആൻസർ, 20 - 8 12 ബൈ 7 ന്ന് 3 പോയാൽ 4, 4 × 1 4, 4 × 3 ആണ് 12. ഇപ്പോൾ ഡി 3 കിട്ടി. ഡിഫറൻസ് 3 കിട്ടിയാൽ ഫസ്റ്റ് 3 ടൈം എഴുതണം. ഒന്നാമത്തെ ടൈം നമുക്ക് അറിയത്തില്ല, രണ്ടാമത്തെ ടൈം അറിയത്തില്ല, പക്ഷേ മൂന്നാമത്തെ ടൈം അറിയാം. തേർഡ് ടൈം ഇപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, 8 ആണ്. 8 തേർഡ് ടൈം 8 ആണെങ്കിൽ അവിടുത്തെ ഡിഫറൻസ് എത്രയാടാ, ഡിഫറൻസ് 3 അല്ലേ കിട്ടി. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സീക്വൻസിൻ്റെ ഇടയ്ക്കുള്ള ആ ഒരു ഗ്യാപ്പാണ്. അപ്പം 3 കൂട്ടി പോകുമ്പോഴാണ് ഓരോ ടൈം കിട്ടുന്നത്. അപ്പോൾ 8 കിട്ടി. തൊട്ട് പുറകിലോട്ട് ഫ്രണ്ടിലോട്ട് പോകാൻ ഡി കൂട്ടണമെങ്കിൽ ഇപ്പം 8ൻ്റെ തൊട്ടപ്പുറത്തേക്കുന്ന മൂന്നാമത്തെ ടൈമിൻ്റെ അപ്പുറത്തേക്കുന്ന 4ാമത്തെ ടൈം കാണണമെങ്കിൽ, 4ാമത്തെ ടൈം അറിയത്തില്ല, അതാണ് നമുക്ക് കാണേണ്ടതെങ്കിൽ 3 കൂട്ടിയാൽ 8ൻ്റെ കൂടെ 3 കൂട്ടിയാൽ 11. പക്ഷെ നമുക്ക് ബാക്കിലുള്ള 2 പേരെ കാണേണ്ടത്. അപ്പോൾ ഫ്രണ്ടിലോട്ട് പോകാൻ 3 കൂട്ടിയെങ്കിൽ ബാക്കിലോട്ട് വരാൻ 3 കുറയ്ക്കുക. 8 ന്ന് 3 കുറച്ചാൽ 5, 5 ന്ന് 3 കുറച്ചാൽ 2, 2 5 8. ഇതാണ് ആദ്യത്തെ 3 ടൈം. ഓക്കെ.